ഓം ശ്രീനാരായണ പരമഗുരവേ നമഃ. ഗുരുമാർഗത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഗുരുവിൻ്റെ പ്രധാനപ്പെട്ട മറ്റൊരു ഉപദേശമാണ് ഭക്തി. ഭക്തി ഉണ്ടാകണം, എല്ലാവർക്കും ഭക്തി ആവശ്യമാണെന്ന് ഗുരു പറയുന്നു. തീർത്ഥാടന ലക്ഷ്യത്തിൽ പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യമാണ്. അന്ധമായിട്ടുള്ള ഒരു ഭക്തിയല്ല ഗുരു ഉദ്ദേശിക്കുന്നത്. ആത്മാനുസന്ധാനം ഭക്തി എന്ന് പറയും. ആത്മാവിനെ അനുസന്ധാനം ചെയ്യുക. നമ്മൾ ഇന്ന് ക്ഷേത്രങ്ങളിലും ചുറ്റുപാടുമൊക്കെ കാണുന്ന ഒരു ഭക്തി ആന്തരികമായിട്ടുള്ള ഒരു അന്വേഷണത്തിന് കെൽപ്പുള്ളതല്ല. വെറും ആചാരങ്ങളിലും അനുഷ്ഠാനങ്ങളിലും മാത്രം കുടുങ്ങിക്കിടക്കുന്നതാണ് ഇന്നത്തെ ഒരു ഭക്തി. പ്രത്യേകിച്ച് ഉത്സവം, പെരുന്നാൾ എന്നൊക്കെ പറഞ്ഞിട്ട് എത്രയോ കോടികൾ മുടക്കുന്നു. ശാന്തമായി സ്വസ്ഥമായി ഇരുന്ന് ധ്യാനിക്കേണ്ടതോ ജപിക്കേണ്ടതോ പ്രാർത്ഥിക്കേണ്ടതുമായിട്ടുള്ള സങ്കേതങ്ങളെയാണ് മലീമസമാക്കി കളയുന്നത്. ഈ മനസ്സിൻ്റെ എല്ലാ വിക്ഷോഭങ്ങൾക്കും കാരണമായിട്ട് ഈ അവസരം അവർ മാറ്റി തീർക്കുകയാണ്. ഉത്സവം എന്ന് പറഞ്ഞാൽ തന്നെ അവിടെ ദിവസവും നടക്കുന്ന അർച്ചകസ്യ പ്രഭാവേന ശിലാഭവതി ശങ്കര, അർച്ചകൻ്റെ പ്രഭാവം കൊണ്ടാണ് ശില ശങ്കരനായിട്ട് ഭവിക്കുന്നത്, അല്ലെങ്കിൽ ക്ഷേത്രത്തിൽ ചൈതന്യം വർദ്ധിക്കുന്നത്. അപ്പോൾ പല കാരണങ്ങൾ കൊണ്ടും അവിടെ ക്ഷേത്രത്തിൽ ചൈതന്യത്തിന് ലോഭമുണ്ടാകാം. അതിനെ പരിഹരിക്കുക, അതിനെ പഴയപടി ആക്കി തീർക്കാൻ വേണ്ടിയിട്ടാണ് ശരിക്കും ഉത്സവം നടത്തുന്നത്. പക്ഷേ അതിനല്ല ഇന്ന് പ്രാധാന്യമുള്ളത്, മറ്റ് കലാപരിപാടികൾക്കും ഒക്കെയാണ്. അപ്പോൾ എന്ത് സംഭവിക്കുന്നു? പോസിറ്റീവായിട്ടുള്ള എനർജി ഉണ്ടാകുന്നതിന് പകരം നെഗറ്റീവായിട്ടുള്ള എനർജി ഉണ്ടാകുകയാണ്. അപ്പോൾ എന്ത് പറ്റുന്നു? ഭക്തിയുടെ ആ തലത്തിൽ അത് ഭക്തിയല്ലാത്ത രീതിയിലേക്ക് ആസുരീ ശക്തി വർദ്ധിക്കുകയാണ്. അപ്പോൾ അറിവോടുകൂടി നമുക്ക് ഭക്തി ഉണ്ടാകണം, അന്ധമായിട്ടുള്ള ഭക്തിയല്ല. ഒരു ഈശ്വരനെ നമ്മൾ പേടിക്കേണ്ട ആവശ്യമില്ല. പക്ഷേ അങ്ങനെ പേടിപ്പിക്കുകയും ഇല്ലാത്ത ആചാര അനുഷ്ഠാനങ്ങളിൽ മനസ്സിനെ കുടുക്കിയിടുകയും ചെയ്യുന്ന ഒരു പ്രവണത കാണുന്നുണ്ട്. അതൊക്കെ മാറ്റിയെടുത്ത് ശുദ്ധമായിട്ടുള്ള സാത്വികമായിട്ടുള്ള ഭക്തിയിലൂടെ മനസ്സിനെ ശുദ്ധീകരിച്ച് അവൻ്റെ ജീവിതത്തിൻ്റെ ആ ഉത്തമമായിട്ടുള്ള അല്ലെങ്കിൽ ഉദാത്തമായിട്ടുള്ള തലത്തിലേക്ക് അവന് പോകാൻ പറ്റണം. അങ്ങനെ ഒരു ഭക്തിയെക്കുറിച്ചാണ് ഗുരു പറയുന്നത്. ഇന്ന് നമ്മളുടെ സമൂഹത്തിൽ അങ്ങനെ ഒരു ഭക്തി ഇല്ലാത്തത് കൊണ്ടും കുടുംബങ്ങളിൽ ഒരുപാട് പ്രശ്നങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. വ്യക്തിബന്ധങ്ങൾ, അതിന് പ്രത്യേകിച്ചൊരു സ്ഥാനമൊന്നും അവിടെ ഇല്ല. ബഹുമാനമില്ല. മുതിർന്നവരെ ബഹുമാനിക്കുക, അവർ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കുക, ഒന്നും ഇന്നില്ല. എല്ലാം പറയുന്നത് എൻ്റെ ഒന്നും ആവശ്യമൊന്നുമില്ല, ഈശ്വരനുണ്ടോ, അല്ലെങ്കിൽ ഭക്തിയില്ലെങ്കിൽ നമുക്ക് കാര്യങ്ങൾ നടക്കുമല്ലോ. എല്ലാം നടക്കും. പക്ഷേ ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു എനർജി നമുക്ക് ഉണ്ടാകണമെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു രീതിയിലൊരു മാറ്റം ഉണ്ടാകണം. അവനവൻ്റെ ആ സത്തയെ, എല്ലാത്തിനെയും സാക്ഷിയായിരിക്കുന്ന ആ ചൈതന്യത്തെ നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്ന ഒരു അന്തരീക്ഷം നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റണം. അപ്പോൾ മാത്രമാണ് വീട്ടിൽ, ഒരു ഗൃഹത്തിൽ വേണ്ടുന്ന ആ ഐശ്വര്യവും ആ ഒരു ഋതമൊക്കെ നമുക്കുണ്ടാവുള്ളൂ. ഇന്നിപ്പോൾ അതില്ല. അപ്പോൾ അച്ഛൻ ഒരു സമയത്ത് വരുന്നു, അമ്മ വേറൊരു സമയത്ത് വരുന്നു, മക്കൾ വേറൊരു സമയത്ത് വരുന്നു. ഇവരെല്ലാവരും കൂടിയിരുന്ന് 1 മണിക്കൂറെങ്കിലും ശാന്തമായിട്ട് തമ്മിൽ സംസാരിക്കുന്ന, ഒന്ന് സന്തോഷിച്ച് സംസാരിക്കുന്ന എത്ര വീടുകളുണ്ട്? ഒരുപക്ഷെ വീടുകളിൽ TV-യോ സീരിയലുകളോ ഇതൊക്കെ വെച്ച് ഓരോരുത്തരും ഓരോന്ന് കണ്ടുകൊണ്ടിരിക്കും. പക്ഷേ ഹൃദയങ്ങൾ തമ്മിൽ ആ ഒരു ബന്ധം ഉണ്ടാകുന്നില്ല. അപ്പോൾ ഭക്തിയുടെ പ്രാധാന്യം എന്ന് പറയുന്നത് ഈ വീട്ടിൽ തന്നെ ഈ രീതിയിൽ ഒരു അന്തരീക്ഷം സൃഷ്ടിക്കുക, അതേപോലെ തന്നെ മറ്റ് സമൂഹത്തിലേക്കും അതുണ്ടാകണം. അപ്പോൾ ക്ഷേത്രങ്ങൾ എപ്പോഴും നിലനിൽക്കുന്നത് ഈ ഒരു സംസ്കാരത്തെ മറ്റുള്ളവരിലേക്ക്, അടുത്ത തലമുറയിലേക്ക് പകർന്നു കൊടുക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ്. അതിന് പറ്റാത്ത ക്ഷേത്രങ്ങൾ, അവിടെ ഭക്തി ഉണ്ടാകുന്നില്ല. അപ്പോൾ ഭക്തിക്ക് പ്രാധാന്യം കൊടുക്കുക എന്നുള്ള ഉദ്ദേശിക്കുന്നത് അന്ധമായിട്ടുള്ള ആചാര അനുഷ്ഠാനങ്ങളെ നമ്മൾ പ്രൊമോട്ട് ചെയ്യുക എന്നുള്ളതല്ല, മറിച്ച്
അവൻ്റെ ഉള്ളിൽ കിടക്കുന്ന ആ അന്ധകാരത്തെ, അറിവില്ലായ്മയെ മാറ്റി അവനെ അറിവിൻ്റെ തലത്തിലേക്ക് ഉയർത്തിക്കൊണ്ടു പോകുക. ഇതാണ് ആത്യന്തികമായിട്ട് ഭക്തി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതിനെക്കുറിച്ച് അറിവോടുകൂടി നമ്മൾ സമീപിക്കുമ്പോഴാണ് നമുക്ക് മാറ്റങ്ങൾ ഉണ്ടാകുന്നത്. അറിവില്ലാതെ ആരെങ്കിലും പറയുന്നത് കേട്ട്, പ്രത്യേകിച്ച് നമ്മളൊരു കാര്യം ശ്രദ്ധിച്ചാൽ അറിയാം, വലിയ പഠിപ്പുണ്ടാകാം, പക്ഷേ വീട്ടിൽ ആരെങ്കിലും മരിച്ചു പോയാൽ ഒരു പഠിപ്പും ഇല്ലാത്തവൻ പറയുന്ന ആചാരാനുഷ്ഠാനങ്ങൾ യാതൊരു മടിയും കൂടാതെ ഭയം കൊണ്ട് ചെയ്യുന്ന ഒരു രീതി നമ്മൾ കാണുന്നുണ്ട്. പ്രത്യേകിച്ച് ഗുരു പറഞ്ഞു, മരിച്ചു കഴിഞ്ഞാൽ 11 ദിവസം സന്ധ്യയാകുമ്പോൾ എല്ലാവരും കൂടിയിരുന്ന് പ്രാർത്ഥിക്കണം. പക്ഷേ ആരും തയ്യാറല്ല. അവർ 16-നെ ഇത് ചെയ്യുള്ളൂ. അത് പൂജാരി പറയുന്ന രീതിയിൽ അവിടെ പല പല ദോഷങ്ങളുണ്ടെന്നും അത് അങ്ങനെ പരിഹരിക്കണമെന്നൊക്കെ. പക്ഷേ ഈ 16 ദിവസവും വിളക്ക് കത്തിച്ച് പ്രാർത്ഥിക്കുന്ന ആ രീതി പോലുമില്ല. അപ്പോൾ ഇങ്ങനെ പോകുന്നത് കൊണ്ട് എന്താണ് നമുക്ക് ഗുണം? നമ്മൾ വീണ്ടും അന്ധകാരത്തിലേക്ക് പോവുകയുള്ളൂ. അങ്ങനെയുള്ള ഭക്തിയല്ല നമുക്ക് വേണ്ടുന്നത്, പ്രകാശത്തിലേക്ക് പോകുന്ന ഭക്തിയാണ്. തീർച്ചയായിട്ടും അതിന് നമുക്കൊന്ന് ശ്രമിക്കാം. എവർക്കും നമസ്കാരം.